നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വരുണിന്റെ താലി അണിഞ്ഞ പെണ്ണ് തന്നെയാ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടത്. മനുഷ്യർക്ക് കണക്ക് പിഴച്ചാലും ദൈവങ്ങൾക്ക് പിഴക്കില്ല. ഈ പൂജ ചെയ്യാനുള്ള അർഹത രാധിക മോൾക്ക് തന്നെയാ. കൃഷ്ണ, ഇവിടെ നടക്കുന്ന ഒന്നും അവൾക്ക് ബാധകമല്ല. കണ്ടില്ലേ കെട്ടിച്ചമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നത്. ഭഗവാനെ, പ്രിയങ്കയെ കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാൻ അച്ഛന് കഴിയണേ. ഒരു വിഘ്നവും ഇല്ലാതെ ക്ഷേത്രത്തിലെ പൂജകളൊക്കെ അവസാനിക്കണം. നേരം വെളുക്കും വരെ ഞാനിവിടെ ഭഗവാന്റെ മുന്നിൽ വ്രതം ഇരിക്കുക. വരുണിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ഒരു കുറവും ഉണ്ടാകല്ലേ. ഭഗവാനെ, എന്തിനാ അടിയനെങ്ങനെ പരീക്ഷിക്കുന്നേ? പ്രിയങ്ക മോളെ കണ്ടെത്തി ആ പൂജ പൂർത്തിയാക്കാൻ പറ്റാതെ വന്ന അതോടെ എല്ലാം ഇല്ലാതാകും. താങ്ങാനാവുന്നില്ല ഈശ്വര. അമ്മേ, പ്രിയങ്ക ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു എന്നറിയാൻ കണിമംഗലത്തുകാർ ഇപ്പൊ വരും. എന്താ നമ്മൾ അവരോട് പറയുക? കല്യാണത്തിന്റെ അന്നു മുതൽ ഇവിടം വരെ കൊണ്ടുവന്ന് എത്തിച്ചില്ലേ? ഇനി ഇത് മുന്നോട്ട് തന്നെ പോകും. എങ്ങനെ? അല്ല, ഇറങ്ങാൻ നേരിട്ട് എന്ത് ധിക്കാരം മുത്തശ്ശി ഇവിടെ കാണിക്കുന്നത്? എന്ത് ധിക്കാരം? പോകാൻ തയ്യാറായി കഴിഞ്ഞാൽ അവര് വന്ന് പറഞ്ഞോളൂ. ചടങ്ങ് നടക്കേണ്ടത് നമ്മുടെ കുടുംബത്തിന്റെ ആവശ്യമാണല്ലോ. ആറ്റുവാശ്ശേരിക്കാർക്ക് ഈ ചടങ്ങ് കൊണ്ട് പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അവര് വീഴ്ച വരുത്തിയാലോ? കണിമംഗലം കുടുംബത്തിനെ കുറിച്ച് നിനക്കുള്ള ചിന്ത ആറ്റുവാശ്ശേരിക്കാർക്കും ഉണ്ടാവില്ല. ആ കാര്യം എനിക്ക് ഉറപ്പാ. ഇങ്ങോട്ട് വന്നേ. അമ്മേ, യശോദേ, എവിടെ പ്രിയങ്ക? തയ്യാറെടുപ്പുകൾ കഴിഞ്ഞില്ലേ? പുറപ്പെടാൻ സമയമായിട്ട് എന്താ ഇറങ്ങാത്ത? പ്രിയങ്കേ, അവള് പ്രാർത്ഥിക്കുക. ദൈവമേ, ഇനി എന്ത് പ്രാർത്ഥന? അല്ല, പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? അത് അവളുടെ ഒരു ശീലവാ. എങ്ങോട്ട് പോകുന്നതിന് മുമ്പും ഭഗവാനോട് അനുഗ്രഹം വാങ്ങിക്കും.
മുത്തശ്ശി കാണാൻ വന്നേക്കുന്നു. ഞാൻ വിളിക്കാം. വേണ്ട, തൊടണ്ട. വ്രതശുദ്ധിയോടെ ഇരിക്കുന്ന ഒരാളെ തൊട്ട അശുദ്ധമാക്കണ്ട. മോളെ, മനസ്സർപ്പിച്ച് പ്രാർത്ഥന പൂർത്തിയാക്കണം. കണ്ണ് ഒരുപോലെ പോലെ അടഞ്ഞു പോവരുത്. നീ പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിന്റെ ഭർത്താവിന് വേണ്ടിയാ. മനസ്സിലായോ? കൽപ്പന ചെന്ന് പ്രിയങ്ക പുറപ്പെടാൻ തയ്യാറായി എന്ന് എല്ലാവരോടും പറയും. ചെല്ല്. ജയഭാരതി അമ്മയും പൊയ്ക്കോളൂ. മോളെ ഞങ്ങൾ കൊണ്ടുവന്നാക്കിക്കൊള്ളാം. മോളെ, മുത്തശ്ശി അങ്ങ് പോവാട്ടോ. വരുണിന്റെ താലി അണിഞ്ഞ പെണ്ണ് തന്നെയാ കർമ്മങ്ങൾ പൂർത്തിയാക്കേണ്ടത്. മനുഷ്യർക്ക് കണക്ക് പിഴച്ചാലും ദൈവങ്ങൾക്ക് പിഴക്കില്ല. ഈ പൂജ ചെയ്യാനുള്ള അർഹത രാധിക മോൾക്ക് തന്നെയാ. കൃഷ്ണ. ഏത് നിമിഷവും എന്നെ അന്വേഷിച്ച് ആളെത്താൻ സാധ്യതയുണ്ട്. കണിമംഗലത്തുകാർക്ക് ഒരുപാട് സ്വാധീനം ഉള്ളതാ. ചിലപ്പോ പോലീസോ അവരുടെ ആളുകളോ. പ്രിയങ്ക, അങ്ങനെ ആരും തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരില്ല. തന്റെ സേഫ്റ്റിയൊക്കെ ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിയമപരമായി പ്രിയങ്കയെ തടയാൻ അവർക്ക് കഴിയില്ല. പ്രിയങ്ക സ്വന്തം ഇഷ്ടത്തിന് ഒരു ഷൂട്ടിങ്ങിൽ പങ്കെടുക്കുകയല്ലേ. അതെ, ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ട് താൻ തന്റെ ക്യാരക്ടർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. നാളെ താൻ വലിയൊരു സെലിബ്രിറ്റി ആവുമ്പോ ഇത്തരം കഥകളൊന്നും ഒരാൾ വിളിച്ചു പറഞ്ഞാൽ പോലും ഒരു പ്രയോജനം ഉണ്ടാവില്ല. പിന്നെന്താ? ഓക്കെ ശരത്തെ. പിന്നെ എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്ന മുഴുവൻ പണവും ഇപ്പോ കമ്പനി അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.